ക്ഷമയുടെ മാതാവേ, ക്ഷമയുടെ മാതാവേ എന്ന പ്രാർത്ഥന മനുഷ്യന്റെ ഹൃദയത്തിൽ ക്ഷമയുടെ മഹത്തായ ഗുണം വളരാൻ ദൈവമാതാവിനോട് അപേക്ഷിക്കുന്ന ഒരു ആത്മീയ പ്രാർത്ഥനയാണ്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും വിഷമങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ക്ഷമിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനാലാണ് ഈ പ്രാർത്ഥനയിൽ ദൈവമാതാവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ക്ഷമയുടെ മാതാവ് എന്ന് വിളിക്കുമ്പോൾ കരുണയും സ്നേഹവും നിറഞ്ഞ മാതാവായ പരിശുദ്ധ മാതാവിനെ നമ്മൾ ഓർക്കുന്നു. അവൾ മനുഷ്യരോട് സ്നേഹവും ക്ഷമയും കാണിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന മാതാവാണ്. ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവരെയും തെറ്റ് ചെയ്തവരെയും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ അവൾ നമ്മെ സഹായിക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പറയുന്നത്. മറ്റുള്ളവരെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. ക്ഷമിക്കാതെ നമ്മൾ കോപവും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ഹൃദയം സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിലൂടെ ദൈവം നമ്മെ വിനയത്തിലും സ്നേഹത്തിലും വളരാൻ സഹായിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗത്തിൽ വേദനകളും വൈരാഗ്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്നും അകറ്റണമേ എന്ന് പറയുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ചിലർ നമ്മെ വേദനിപ്പിക്കാം, ചിലർ നമ്മോട് തെറ്റായി പെരുമാറാം. അത്തരത്തിൽ നമ്മൾ മനസ്സിൽ വെറുപ്പ് പിടിച്ചു നിൽക്കാതെ അതെല്ലാം ദൈവത്തോട് ഏൽപ്പിച്ച് ശാന്തതയോടെ മുന്നോട്ടു പോകാൻ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമ എന്നത് മറ്റൊരാളുടെ തെറ്റ് മറയ്ക്കുന്നതു മാത്രമല്ല, ഹൃദയം ശുദ്ധമാക്കുന്നതുമാണ്. ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദൈവം നമ്മെ എത്രയോ തവണ ക്ഷമിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരെ ക്ഷമിക്കാൻ തയ്യാറാകണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം. ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം സ്നേഹത്തോട് ജീവിക്കാൻ എനിക്ക് അനുഗ്രഹം തരണമേ എന്നാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ ക്ഷമയും കരുണയും സഹനവും ഉണ്ടാകും. സ്നേഹത്തോട് ജീവിക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം വളരും. അതിനാൽ ക്ഷമയുടെ മാതാവേ എന്ന പ്രാർത്ഥന നമ്മെ ക്ഷമയുടെ വഴി പഠിപ്പിക്കുന്ന ഒരു ആത്മീയ പ്രാർത്ഥനയാണ്. ഇത് നമ്മെ കോപത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും മോചിപ്പിച്ച് സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ സഹായിക്കുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ മറ്റുള്ളവരെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.